ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ കേരള സ്റ്റൈൽ കുക്കിങ്ങിൽ ഒരു ചക്കക്കുരു റെസിപ്പിയാണ്. അപ്പോൾ ഈയിടെയായിട്ട് വീഡിയോ ഞാൻ വിചാരിക്കുന്നത് പോലെ കൃത്യസമയത്തിന് ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാവരോടും ആദ്യമേ ക്ഷമ ചോദിക്കുന്നു. എന്നാലും ഞാൻ മാക്സിമം എൻ്റെ രീതിയിൽ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കക്കുരു തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. ഞാൻ ഇതിനു മുമ്പേ ചക്കക്കുരുയുടെ ഒത്തിരി റെസിപ്പി ഇട്ടിട്ടുണ്ട്. ചക്കക്കുരു കൊണ്ട് സ്വീറ്റ്സും ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റിയുമാണ്. നമ്മുടെ ബദാമിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും എല്ലാത്തിനും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ എല്ലാം ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പോയി കാണണേ. അപ്പോൾ അതിനു മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണിൽ നിൽക്കുമ്പം ഓൾ എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതേ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെയും കാണണം. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇപ്പോൾ ചക്കക്കുരു ആണല്ലോ ഇന്നത്തെ റെസിപ്പി. നമ്മൾ ചക്കക്കുരു കൊണ്ട് ഞാൻ ഇതിനു മുമ്പേ ഒത്തിരി വെറൈറ്റി ഫുഡ് ഇട്ടിട്ടുണ്ട്. സ്വീറ്റ്സ് ആണെങ്കിലും പായസവും ഹലുവയൊക്കെ ചക്കക്കുരു കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഒക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും കാണുക. ചക്കക്കുരുവിൻ്റെ ഈ പാടയൊക്കെ കളഞ്ഞിട്ട് ഈ വെള്ള കളറിലിരിക്കുന്ന ആ തൊളിയും എല്ലാം ചീകി നമ്മൾ തോരൻ അരിഞ്ഞെടുക്കണം. അപ്പോൾ തോരന് വേണ്ടത് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ചുമന്നുള്ളി അല്ലെങ്കിൽ സവോളയാണ്. ഞാൻ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒരു ശകലം തേങ്ങ മതി. ചക്കക്കുരു ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ നീളത്തിൽ അരിയുന്നതായിരിക്കും നല്ലത്. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. അപ്പം നമ്മൾ തേങ്ങ ചതച്ചിട്ടാൽ മതി, അല്ലാതെ ഡയറക്റ്റ് ഇട്ടാലും മതി. ഇത് ചെറുതായിട്ട് ചിരണ്ടിയതായതുകൊണ്ട് ചക്കക്കുരു നല്ലപോലെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ആദ്യം ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്തിട്ട് നല്ല വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം കടുക് ഇടാം. കടുകിൻ്റെ കൂടെ ഒരു ശകലം ജീരകവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. തോരനെല്ലാം മാക്സിമം ഞാൻ ജീരകം ചേർക്കും. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ചേർക്കുന്നതാണ്. അപ്പം വെളുത്തുള്ളിയും പച്ചമുളകും സവോളയും കൂടെ ഇട്ട് ഒന്ന് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി വരട്ടണമെന്നൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ആ എണ്ണയുടെ അകത്ത് വരട്ടിയെടുത്താൽ മതി. ആ ചൂടായി കഴിയുമ്പം നമ്മൾ ചക്കക്കുരു കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ചക്കക്കുരു ആയതുകൊണ്ട് ഇച്ചിരി വേവുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല തീരെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. എന്നാലും ഇച്ചിരി വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നതും പച്ചമുളകും എല്ലാം നേരത്തെ ഇട്ടിട്ടുണ്ട്. തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നത് ഇട്ടിട്ട് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഉപ്പ് ആവശ്യമനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഇച്ചിരി നമ്മളല്ലാതെ തോരന് അധികം വെള്ളം ഒഴിക്കാറില്ലല്ലോ. ഇപ്പോൾ ചക്കക്കുരു ആയതുകൊണ്ട് ഇത് വേകാൻ വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇച്ചിരി നേരം അടച്ച് വയ്ക്കുക. ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഇതിനു മുമ്പേ വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ചക്കക്കുരു വേവിക്കുന്നതും വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വെള്ളം ചേർത്തിട്ട് അത് ഒരു അടപ്പ് വെച്ച് അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് അത് അങ്ങനെ തന്നെ തീ സിമ്മിൽ വെച്ച് വേവിക്കണം. ഞാൻ ആദ്യം കറിവേപ്പില ഇടാൻ മറന്നു പോയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് തുറന്നിട്ട് ഇച്ചിരി കറിവേപ്പില അതിൻ്റെ മേളിൽ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുമാതിരി നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. എന്നാലും ഇച്ചിരി കൂടെ വെള്ളമുണ്ട്. ചില കഷ്ണങ്ങളൊക്കെ ഇച്ചിരി വലുതാണ്. അപ്പോൾ അത് വേകാൻ വേണ്ടി ഒന്നുകൂടെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് തീ സിമ്മിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടെ അടച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് ഈ തോരൻ ഇച്ചിരി ഒരു ജ്യൂസി ആയിട്ടിരിക്കുന്ന ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പരുവത്തിൽ നമുക്കെടുക്കാം. പക്ഷേ തോരൻ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ് ഇവിടെ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ തുറന്ന് വെച്ച് അത് ഇങ്ങനെ പറ്റിച്ച് വെള്ളം തീർത്ത് പറ്റിച്ച് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചക്കക്കുരു തോരൻ റെഡിയായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ പുതിയ വെറൈറ്റി, ഇത് പുതിയതല്ല എന്നാലും ഇതുപോലെ കുറേ വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡും ക്രാഫ്റ്റും വീഡിയോ ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്.
അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി?